എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് വരാൻ പോകുന്ന LDC LGS പരീക്ഷയുടെ സിലബസിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്കാണ്. LDC LGS പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഒന്ന് തുറക്കം കുറിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ നദികൾ എന്ന് പറയുന്നതിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളും കേരള PSC പരീക്ഷയിൽ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഗൈഡ് എടുത്ത് വായിക്കാവുന്നതാണ്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 44 നദികളാണ് കേരളത്തിൽ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. എത്ര നദികളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ 44 നദികളാണ്. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 എങ്ങോട്ടാണ്, കിഴക്കോട്ടും ഒഴുകുന്നു എന്ന കാര്യം ഓർക്കാം. കിഴക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഈനെ പിടിച്ചൊന്ന് തിരിച്ചാൽ 3ന്റെ ഷേപ്പ് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ടോട്ടൽ 44, അതിൽ 3 കിഴക്കോട്ട് പോയി ബാക്കി അവശേഷിക്കുന്ന 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ കേരളത്തിലെ 44 നദികൾ, ഈ 44 നദികളിൽ ഒഴുകുന്ന ദിശയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികളെന്നും. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 ആണെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്നത് 3 കാര്യം ഓർത്തിരിക്കുക. ഇനി 1974 പോളിസി പ്രകാരം 15 കിലോമീറ്ററിലധികം ഒഴുകുന്ന പുഴകളെയാണ് എന്തെന്ന് പറയുന്നത്, നദികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു നദിയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ 1974 പോളിസി പ്രകാരം അതിന് 15 കിലോമീറ്ററിലധികം എന്ത് വേണം, നീളം വേണം എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിൽ മൊത്തം 44 നദികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 11 നദികൾക്ക് 100 കിലോമീറ്ററിലധികം എന്തുണ്ട്, നീളമുണ്ട്. ഈ 11 നദികളിൽ 2 നദികൾക്ക് 200 കിലോമീറ്ററിലധികം നീളമുണ്ട്. അതാണ് നമ്മുടെ പെരിയാറും ഭാരതപ്പുഴയും. ഇവിടെ ഓർത്തിരിക്കേണ്ടത് 44 നദികൾ, 44 നദികളിൽ 11 100 കിലോമീറ്ററിലധികം നീളമുണ്ട്. അതേപോലെ തന്നെ 2 എന്താണ്, 200 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഇനി കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. 12ഓളം നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയെ നദികളുടെ നാട് എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് ജില്ലയെ സപ്തഭാഷാ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയാണ് കേരളത്തിൽ കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ നദികളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി കേരളത്തിൽ മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു 1976 പോളിസി പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ടെങ്കിൽ ഒരു നദിയായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇവിടെ അത് 16 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ കൃത്യമായി പഠിക്കുക, മഞ്ചേശ്വരം പുഴയുടെ നീളം ചോദിച്ചാൽ 16 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയത് ചോദിച്ചാൽ അത് നമ്മുടെ പെരിയാറാണ്. ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. ഇനി അയ്യൂർ പുഴയാണ് 17 കിലോമീറ്റർ മാത്രം 2ാം സ്ഥാനത്ത് വരുന്നത്. രാമപുരം പുഴ 19 കിലോമീറ്റർ മാത്രം, അത് 3ാം സ്ഥാനത്ത് വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ, 2ാം സ്ഥാനത്ത് അയ്യൂർ പുഴ 17 കിലോമീറ്റർ, 3ാം സ്ഥാനത്ത് രാമപുരം പുഴ 19 കിലോമീറ്റർ. ഇനി ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്, 244 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ കാണിക്കുന്നത് ആദ്യത്തെ 5 നദികളാണ്. അതായത് നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നദികളെ തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും നീളം കൂടിയ ആദ്യത്തെ 5 നദികളും അവയുടെ നീളവുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പരീക്ഷകളിൽ ഈ 5 നദികളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് നീളവുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ തന്നെ ആദ്യം പരിചയപ്പെടുന്നു പെരിയാറാണ്, 244 കിലോമീറ്റർ ആണ്. ഇനി ഭാരതപ്പുഴയുടെ 209 കിലോമീറ്റർ ആണ്. പമ്പ 176, ചാലിയാർ 169, ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട മഞ്ചേശ്വരം പുഴയും പഠിച്ചു വെക്കുക, 16 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ, ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ, 176 കിലോമീറ്റർ ആണ് പമ്പയുടേത്, 169 കിലോമീറ്റർ ആണ് ചാലിയാറിൻ്റെത്, പിന്നെ 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴയുടെ ദൂരം എന്ന കാര്യം ഓർക്കാം. അപ്പൊ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുമ്പോൾ ആദ്യം പെരിയാർ, പിന്നെ ഭാരതപ്പുഴ, പിന്നെ പമ്പ, പിന്നെ വരേണ്ടത് ചാലിയാറാണ്, പിന്നെ വരേണ്ടത് ചാലക്കുടി പുഴയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ആദ്യം വരേണ്ടത് ഏതാണ്, പെരിയാർ, പിന്നെ ഭാരതപ്പുഴ, അതിനുശേഷം പമ്പ, അതിനുശേഷം ചാലിയാറാണ്, അതിനുശേഷം എന്താണ്, ചാലക്കുടി പുഴയാണ്. അപ്പൊ പെരിയാറിൻ്റെത് 244, തൊട്ട് താഴെ വരുന്ന ഭാരതപ്പുഴ 209, പിന്നെ 176 പമ്പ നദിയുടേത്, 169 എന്ന് പറയുന്ന ചാലിയാറിൻ്റെത്, ചാലക്കുടി പുഴ എന്താണ് 145.5 ആണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കിലോമീറ്ററിനെ മൈലിലേക്ക് മാറ്റാൻ വേണ്ടി ഇതിനെ എന്ത് ചെയ്താൽ മതി, 244 മൈൽ ദൂരത്തിലേക്ക് മാറ്റാൻ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 244 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 244 ഡിവൈഡ് ബൈ 1.6 ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് ചിലപ്പം ഈ കിലോമീറ്ററിന് പകരമായിട്ട് മൈലിലുള്ള ദൂരം തരാം.
അപ്പോൾ നമ്മൾ കിലോമീറ്റർ നമ്മൾ പഠിച്ചു വെക്കുക, അതിനുശേഷം മൈലിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ആ കിലോമീറ്ററുള്ള ദൂരത്തെ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ 209 ആണെങ്കിൽ അതിൻ്റെ മൈലിലുള്ള ദൂരം 209/1.6 ചെയ്താൽ മതി. 176 ആണെങ്കിലോ 176/1.6 ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് മൈലിലുള്ള ദൂരം പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക, തന്നിരിക്കുന്ന കിലോമീറ്ററുള്ള ദൂരം നമുക്കറിയാം, അതുകൊണ്ട് അതിനെ മൈലിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന കിലോമീറ്ററിലുള്ള ദൂരത്തെ 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് നദികൾ, ഉത്ഭവം, പതനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ തവണ നടന്ന പരീക്ഷകളൊക്കെ തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ട്, കൃത്യമായി പഠിച്ചു വെക്കണം. ഈ പെരിയാർ നദിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ശിവഗിരി മലയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തമിഴ്നാട്ടിലെ ചൊക്കാമ്പട്ടി മലനിരകൾ എന്നും ഓപ്ഷനിൽ വന്നേക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ശിവഗിരി മല ഉത്ഭവമാണ്, ശിവഗിരി മല പെരിയാർ നദിയുടെ ഉത്ഭവമാണ്. തമിഴ്നാട്ടിലെ ചൊക്കാമ്പട്ടി മലനിരകൾ എന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ വരാം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് പതിക്കുന്നത്, ഇവിടെ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുണ്ട്. അതായത് ഈ ആലുവയിൽ വെച്ചിട്ട് ഈ പെരിയാർ എന്ന് പറയുന്ന ഈ നദി മാർത്താണ്ഡം പുഴ എന്നും മംഗളം പുഴ എന്നും രണ്ടായിട്ട് വേർതിരിയുന്നു. എന്നിട്ട് അതിലൊന്ന് ഈ മാർത്താണ്ഡം പുഴ പോയിട്ട് അവിടെ പോയി പതിക്കും, വേമ്പനാട് കായലിൽ പോയി പതിക്കും. അതേ സമയത്ത് ഈ മംഗളം പുഴ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ കായലിൽ പോയിട്ട് പതിക്കും. അതായത് ഇവിടെ ചാലക്കുടി പുഴ അതിലേക്ക് വന്ന് ചേരുന്നുണ്ട്, അതിനുശേഷം അത് കൊടുങ്ങല്ലൂർ കായലിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പതിക്കുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചിലപ്പോൾ കൊടുങ്ങല്ലൂർ കായൽ എന്ന ഓപ്ഷനിൽ വരാം. ഈ കൊടുങ്ങല്ലൂർ കായൽ പിന്നെ പോയിട്ട് അറബിക്കടലിൽ പോകുന്നുണ്ട്, ചിലപ്പോൾ അറബിക്കടൽ എന്ന ഓപ്ഷനിൽ വരാം, ചിലപ്പോൾ എന്താണ് വേമ്പനാട് കായലെന്നും ഓപ്ഷനിൽ വരാം. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് നമ്മൾ എടുക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഉത്ഭവത്തിലേക്ക് വരുമ്പോൾ ആലുവ പുഴ എന്താണ്, ഈ പറയുന്ന ആലുവയിൽ വെച്ചിട്ട് പെരിയാർ എന്താണ്, മാർത്താണ്ഡം പുഴ എന്നും മംഗലം പുഴ എന്നും രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇത് PSC പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ്. പെരിയാർ നദി ആലുവയിൽ വെച്ചിട്ട് ഈ പറയുന്ന മാർത്താണ്ഡം പുഴ എന്നും മംഗലം പുഴ എന്നും രണ്ടായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് ആലുവയിൽ വെച്ചിട്ടാണ്. അപ്പോൾ പെരിയാർ നദി ആലുവയിൽ വെച്ചിട്ട് മാർത്താണ്ഡം പുഴ എന്നും മംഗലം പുഴ എന്നും രണ്ടായിട്ട് തിരിയുന്നു. ഇതിൽ നമ്മുടെ മാർത്താണ്ഡം പുഴ എവിടെ പോയിട്ട് പതിക്കും, വേമ്പനാട് കായലിൽ പോയി പതിക്കും. അതേ സമയത്ത് മംഗലം പുഴ നമ്മുടെ ചാലക്കുടിയൊക്കെ ആയിട്ട് ചേർന്ന് കൊടുങ്ങല്ലൂർ കായലിലെത്തി അവിടെ നിന്ന് പിന്നെ അറബിക്കടലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ കൊടുങ്ങല്ലൂർ കായൽ എന്ന ഓപ്ഷനിൽ വരാം, ചിലപ്പോൾ ചാലക്കുടി പുഴ എന്ന ഓപ്ഷനിൽ വരാം, ചിലപ്പോൾ ചാലക്കുടി പുഴ നേരെ പോയിട്ട് പെരിയാറിൽ പതിക്കുന്നു എന്ന തരത്തിൽ അവിടെയും എന്ത് ചെയ്യാം, ഓപ്ഷനിൽ വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. വേമ്പനാട് കായൽ വരാം, അതല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വരാപ്പുഴ കായൽ എന്ന് വരാം, ചിലപ്പോൾ കൊടുങ്ങല്ലൂർ കായൽ എന്ന് വരാം. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഇടുക്കി, എറണാകുളം തുടങ്ങിയ ജില്ലകളിലൂടെയാണ് ഈ പറയുന്ന പെരിയാർ നദി ഒഴുകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രധാനമായിട്ട് ഉത്ഭവം പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ള അതിൻ്റെ ഉത്ഭവം തന്നെയാണ്. ഉത്ഭവം ചോദിക്കുകയാണെങ്കിൽ ശിവഗിരി മല എന്ന ഓപ്ഷനാണ് പൊതുവേ നൽകാറുള്ളത്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ചൊക്കാമ്പട്ടി മല നിരകൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഉത്തരമായിട്ട് പരിഗണിക്കാം. ഇനി അടുത്തത് ഭാരതപ്പുഴയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്ഭവം ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ്. അപ്പോൾ ആനമല എന്ന് ഓർത്ത് വെച്ചാൽ മതി, ആനമലയിലെ പോത്തന്നൂർ കുന്നുകൾ. പക്ഷേ ഈ അടുത്ത് നടന്നൊരു പരീക്ഷയിൽ പോത്തന്നൂർ കുന്നുകൾ എന്ന് എടുത്ത് പരീക്ഷയിലെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോത്തന്നൂർ കുന്നുകൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ ആനമല എന്നാണ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ പരീക്ഷയിൽ ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോത്തന്നൂർ കുന്നുകൾ എന്ന് പറഞ്ഞത്. അത് പതിക്കുന്ന എവിടെയാണ്, അറബിക്കടലിലാണ് പതിക്കുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അറബിക്കടലിൽ പതിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, നമ്മുടെ ഈ പറയുന്ന ഭാരതപ്പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് വെച്ചാൽ 209 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ഭാരതപ്പുഴയാണെന്ന കാര്യം ഓർക്കുക, കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആനമലയിലെ പോത്തന്നൂർ കുന്നുകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തത് മൂന്നാമതായിട്ട് നീളത്തിൽ പറയുമ്പോൾ 176 കിലോമീറ്റർ നീളമുള്ള പമ്പാ നദിയാണ്. അത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ പുളിച്ചിമല എന്ന ഓപ്ഷനിൽ തരാം, പീരുമേട് പീഠഭൂമി എന്നും ഓപ്ഷനിൽ തരാം. ഇടുക്കി ജില്ല പീരുമേട് പീഠഭൂമി, അവിടുത്തെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. വേമ്പനാട് കായലിലാണ് അത് പോയിട്ട് പതിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് പമ്പ വേമ്പ എന്ന് കുറച്ചു നേരം ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പതനം നമുക്ക് വേഗം കിട്ടും. പമ്പ വേമ്പ ഏകദേശം ഒരേപോലെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. അപ്പോൾ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, പമ്പാ നദി ഉത്ഭവിക്കുന്നത്. ഇനി അടുത്തത്
നാലാമതായിട്ട് വരുന്ന ചാലിയാറാണ്. 169 കിലോമീറ്റർ ആണ്. അപ്പോൾ ഓരോ നദികളും പറയുമ്പോൾ അതിന്റെ കിലോമീറ്ററും കൂടി ഒന്ന് പഠിക്കുക, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഉത്ഭവം എന്ന് പറഞ്ഞ് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. വയനാട് കുന്നുകൾ എന്നും വരാം. വയനാട് ജില്ലയിലെ വയനാട് കുന്നുകളിൽ പെടുന്ന ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ചാലിയാർ ഉത്ഭവിക്കുന്നത്. അത് പോയിട്ട് അവിടെ പതിക്കും, അറബിക്കടലിൽ പോയിട്ട് പതിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ചാലക്കുടി പുഴ എവിടെയാണ്? ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് നേരത്തെ നമ്മളിവിടെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ ഈ പറയുന്ന പെരിയാറ് പോയിട്ട് അതിലെ ഈ മംഗലം പുഴ പോയിട്ട് എവിടെ പോയി പതിക്കുന്നുണ്ട്? ചാലക്കുടി പുഴയിൽ പോയിട്ട് പതിക്കുന്നുണ്ട്. അത് പിന്നീട് എവിടേക്ക് പോകും? കൊടുങ്ങല്ലൂർ കായലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, നമ്മുടെ ചാലക്കുടി പുഴ, പെരിയാറ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കായൽ എന്നിവിടെ പറയാൻ കാരണം. അപ്പം എന്താണ്? ചാലക്കുടി പുഴ വന്നിട്ട് പെരിയാറിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അതെങ്ങോട്ട് പോകും? ഈ പറയുന്ന കൊടുങ്ങല്ലൂർ കായലിലേക്ക് പോകും. അപ്പോൾ പെരിയാറ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാർത്താണ്ഡം പുഴയെന്നും മംഗലം പുഴയെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മാർത്താണ്ഡം പുഴ എവിടെ പോയിട്ട് പതിക്കും? വേമ്പനാട് കായലിൽ പോയി പതിക്കും. മംഗലം പുഴ എവിടെ പോയി പതിക്കുന്നുണ്ട്? കൊടുങ്ങല്ലൂർ കായലിലാണ് പോയി പതിക്കുന്നത്. അതിനിടയിൽ കൂടെ ചാലക്കുടി പുഴയായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അതാണ് അവിടെ നമ്മൾ ചാലക്കുടി പുഴയുടെ കേസിൽ വന്നപ്പോൾ അവിടെ പെരിയാറ് എന്ന് വരുന്നത്. ചിലപ്പോൾ കൊടുങ്ങല്ലൂർ കായലെന്നും അവിടെ ഓപ്ഷനിൽ നമുക്ക് വരാം. അപ്പോൾ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് എഴുതുക. പക്ഷെ പൊതുവെ നമ്മൾ ഈ നദികളുമായി ബന്ധപ്പെട്ട് ഉത്ഭവങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആനമല എന്നതാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവം. ചാലിയാറിന്റെ കേസിൽ ഇളമ്പലേരി കുന്നുകളാണ്, വയനാട് കുന്നുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി പമ്പയുടെ കേസിൽ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചി മല എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഭാരതപ്പുഴയാണെങ്കിൽ ആനമലയിലെ പോത്തന്നൂർ കുന്നുകൾ എന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് ശിവഗിരി മല, അതാണ് പെരിയാറ്. പിന്നെ തമിഴ്നാട് ചൊക്കാമ്പട്ടി മലനിരകൾ എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ വരാം എന്ന കാര്യം ഓർത്തിരിക്കുക. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കോഡാണ് ശിവനെ ആനയ്ക്ക് പുളിയിലയോ എന്നൊരു കോഡ് നമ്മൾ പഠിക്കാറുണ്ട്. ശിവനെ ആനയ്ക്ക് പുളിയിലയോ എന്നൊരു കോഡ് നമ്മൾ പഠിക്കാറുണ്ട്. പുളി ഇലയോ എന്നൊരു കോഡ് പഠിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ 4 നദികൾ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പെരിയാറ്, തൊട്ടടുത്ത് ഭാരതപ്പുഴ, തൊട്ടടുത്ത് ചാലിയാറ്, തൊട്ടടുത്ത് പമ്പ, അതിനുശേഷം ചാലിയാറ്, അതിനുശേഷം ചാലക്കുടി പുഴ. അപ്പൊ ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞത് ശിവനെ ആനയ്ക്ക് പുളി ഇലയോ എന്നതാണ് നമ്മുടെ കോഡ്. അതിൽ നമ്മൾ പെരിയാറ് പറയുമ്പോൾ ശിവനെ ശിവഗിരി മല, പെരിയാറ് ശിവനെ ശിവഗിരി മല. പിന്നെ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് വരുമ്പോൾ ആനയ്ക്കെന്നാണ് പറഞ്ഞത്, അപ്പൊ ആനമല. പിന്നെ അടുത്തത് പമ്പയാണ്, പമ്പ. പുളി ഇലയോ എന്നല്ല പറഞ്ഞത്, അപ്പൊ പുളിച്ചിമല. അതിനുശേഷം ഇല എന്നാണ് ഞാൻ പറഞ്ഞത്, ചാലിയാർ, ഇളമ്പലേരി കുന്നുകൾ. പിന്നെ അടുത്തത് ഏത് തന്നെയാണ് വരിക? ആനമല തന്നെയാണ് വീണ്ടും വരിക. ചാലക്കുടി പുഴ എവിടേക്കാണ്? ആനമലയിലാണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? പതിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ ചൊക്കാമ്പട്ടി മല എന്നും വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ പോത്തന്നൂർ കുന്നുകളിൽ, ആനമലയിലെ പോത്തന്നൂർ കുന്നുകൾ എന്ന് വരാം. അതേപോലെ തന്നെ ഇവിടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമല എന്ന് വരാം. അപ്പോൾ അവിടെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് പീഠഭൂമി, അതാണ് നമ്മൾ എക്സ്ട്രാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പരീക്ഷകളിലൊക്കെ വന്നതാണ്. അതുകൊണ്ട് ആ രീതിയിലൊക്കെ തന്നെ പഠിച്ചു പോകണം. ഇനി പരീക്ഷകളിലൊക്കെ കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവിടെ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. പണ്ട് നമ്മൾ ആ ചെറിയൊരു കോഡാണ് ഉപയോഗിക്കാറുള്ളത്. ശിവനെ ആനയ്ക്ക് പുളി ഇലയോ എന്ന ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള 4 നദികളുടെ ഉത്ഭവസ്ഥാനം പഠിക്കുന്നു. പിന്നെ ഏത് തന്നെ വരും? ആനമല തന്നെ വരും. അത് ചാലക്കുടി പുഴ ഏതാണെന്നും പഠിച്ചു വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ അതിന്റെ ആ ഒരു പ്ലേസ് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അത് പരീക്ഷകളിൽ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരുന്നത് പെരിയാറാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഓരോ നദികളിലേക്ക് വരികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പെരിയാറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, കൂടുതൽ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഗൈഡുകൾ എടുത്ത് വായിക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അതിലേക്ക് പോകാൻ. കാരണം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നൊരു ചോദ്യം PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. മൈലിൽ ചോദിക്കുകയാണെങ്കിൽ 244 / 1.6 ചെയ്താൽ കിട്ടുന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 244 കിലോമീറ്റർ പെരിയാറിന്റെ നീളം ഓർത്തിരിക്കുക. ഇനി അടുത്തത് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പറയുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. നമുക്കറിയാം കൗഡല്യൻ അല്ലെങ്കിൽ ചാണക്യൻ, അദ്ദേഹമാണ് അർത്ഥശാസ്ത്രം രചിക്കുന്നത്. അപ്പോൾ അദ്ദേഹം രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിക്കുന്ന നദി ഏത് തന്നെയാണ്? നമ്മുടെ പെരിയാറാണ്. എത്രയോ തവണ PSC ചോദിച്ചതാണ്. ഇനി ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. കാലടിപ്പുഴ എന്നും ആലുവ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. പെരിയാറുമായിട്ട് ഒരു ഫാക്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആലുവയിൽ വെച്ചിട്ട് രണ്ടായിട്ട് തിരിയുന്നു
എന്ന് നമ്മൾ പഠിച്ചു. എന്തെല്ലാമാണ് മാർത്താണ്ഡപ്പുഴ എന്നും അതോടൊപ്പം മംഗലംപുഴ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിയുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിക്കുന്നു. കൗടില്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. അദ്ദേഹത്തെ തന്നെയാണ് ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ച നദി അത് പെരിയാറാണ്. ആലുവാപ്പുഴ എന്നും കാലടിപ്പുഴ എന്നൊക്കെ വിളിക്കുന്ന നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ചോദിച്ചാൽ അത് പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി ചോദിച്ചാൽ അത് പെരിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നമ്മുടെ കേരളത്തിലുള്ളത് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അത് പെരിയാറുടെ പോഷക നദിയായിട്ടുള്ള മുന്തിരമ്പുഴയിലാണ് അത് സ്ഥാപിക്കുന്നത്. പക്ഷെ പൊതുവെ നമ്മൾ പറയും പെരിയാർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക എന്താണ് 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പെരിയാറുടെ പോഷക നദിയിലാണ് അത് സ്ഥാപിക്കുന്നത്. ഇനി ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. അതും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. രണ്ടും സ്ഥിതി ചെയ്യുന്നത് പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഭാരതപ്പുഴയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ ഇതൊക്കെ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ജലസേചനം എന്നാണെങ്കിൽ അത് ഭാരതപ്പുഴയിലേക്ക് പോകും. പ്രത്യേകം നോട്ട് ചെയ്യണം. അത് നമ്മൾ ഭാരതപ്പുഴ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇനി കൂടുതൽ ജലം വഹിക്കുന്ന നദി ചോദിച്ചാൽ അത് പെരിയാർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിനാണ്. ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാലും പെരിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പെരിയാറിൽ ആണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ എന്ന് നമ്മളിവിടെ പഠിച്ചു. അതാണ് മുല്ലപ്പെരിയാർ. പെരിയാറിലെ അണക്കെട്ടാണ്. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ട്. ലോവർ പെരിയാർ, ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി, ചെക്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടള, ഭൂതത്താങ്കെട്ട് ഓർത്തിരിക്കണം. ആനയിറങ്കൽ ഡാം, മാട്ടുപ്പെട്ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി പൊന്മുടി ഡാം. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന പെരിയാറിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. അപ്പം മുല്ലപ്പെരിയാർ എവിടെയാണെന്ന് വെച്ചാൽ പെരിയാറിലാണ്. ലോവർ പെരിയാർ അതിൽ നിന്ന് ആ പേരിൽ നിന്ന് കിട്ടും. ഇടമലയാറ്, ഇരട്ടയാറ്, ഇടുക്കി, ചെക്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടള, ഭൂതത്താങ്കെട്ട്, ആനയിറക്കൽ ഡാം, മാട്ടുപ്പെട്ടി, പൊന്മുടി ഡാം ഇതൊക്കെ പെരിയാറിലുള്ള പ്രധാനപ്പെട്ട ഡാമുകളാണ്, അണക്കെട്ടുകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കുറച്ച് തവണ ഈ പറഞ്ഞ പേരുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ കണ്ണോടിക്കുക. അപ്പോൾ നാളെയും കൂടെ ഒന്ന് കണ്ണോടിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പെരിയാറിലെ ഒരു ഡാമാണ്. ലോവർ പെരിയാർ, ഇടമലയാർ, ഇരട്ടയാർ, ഇടുക്കി, ചെക്കുളം, ചെറുതോണി, കുളമാവ്, കുണ്ടള, ഭൂതത്താങ്കെട്ട്, ആനയിറക്കൽ ഡാം, മാട്ടുപ്പെട്ടി, പൊന്മുടി ഡാം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. പ്രസിദ്ധമായിട്ടുള്ള പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ അത് തിരുവനന്തപുരത്താണ്. പക്ഷെ പൊന്മുടി ഡാം ചോദിച്ചാൽ മറക്കരുത്, അത് ഇടുക്കി ജില്ലയിലാണ്. അവിടെ ഓർത്തിരിക്കുക പെരിയാറിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് മുല്ലയാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മുതിരമ്പുഴയാറ് എന്ന് പറയുന്നത് എന്താണ്? പെരിയാറിന്റെ പോഷക നദിയാണ്. അതിലാണ് നമ്മൾ പറഞ്ഞു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. മുല്ലയാറും പെരിയാറൊക്കെ കൂടിച്ചേരുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഡാമുള്ളതെന്ന് പഠിച്ചിട്ടുണ്ട്. ഇടമലയാറ്, കട്ടപ്പനയാറ്, പെരിഞ്ചാംകുട്ടിയാറ്, പെരുന്തുറയാറ്, ചെറുതോണിപ്പുഴ, അതുപോലെ തന്നെ തൊട്ടിയാറ്, പന്നിയാറ് തുടങ്ങിയവയ്ക്ക് എന്താണ് പെരിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ മുല്ലയാർ എന്ന് പറയുന്ന പെരിയാറിന്റെ പോഷക നദിയാണ്. മുതിരമ്പുഴയാറ് എന്ന് പറയുന്ന പെരിയാറിന്റെ പോഷക നദിയാണ്. ഇടമലയാർ എന്ന് പറയുന്ന പെരിയാറിന്റെ പോഷക നദിയാണ്. കട്ടപ്പനയാറ് എന്ന് പറയുന്ന പെരിയാറിന്റെ പോഷക നദിയാണ്. പെരിഞ്ചാംകുട്ടിയാറ്, പെരുന്തുറയാറ്, ചെറുതോണിപ്പുഴ, അതുപോലെ തന്നെ തൊട്ടിയാറ്, അതുപോലെ തന്നെ പന്നിയാറ് എന്നിവയെല്ലാം എന്താണ് പെരിയാറിന്റെ പോഷക നദിയാണ്. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് പറയാം. നമ്മൾ പണ്ട് പഠിക്കാറുള്ള കോഡാണ്, പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്കൊന്ന് ചേർക്കാം. നമ്മുടെ കോഡ് ഇതാണ്: കട്ടപ്പനയിലെ മുല്ലാക്കിയുടെ മുതിരയ്ക്ക് പെരുത്തിഷ്ടമാണ്, പന്നിയേക്കാൾ തൊട്ടിയിലുള്ള ചെറുതേൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് പെരുത്തിഷ്ടമാണ്, പന്നിയേക്കാൾ തൊട്ടിയിലുള്ള ചെറുതേൻ എന്ന് ഓർത്തിരിക്കുക. ഇവിടെ എന്താണ് കട്ടപ്പനയാറ് എന്ന് നമുക്ക് അവിടെ കിട്ടും. മുല്ലാക്ക എന്ന് ഞാൻ പറഞ്ഞത് മുല്ലയാറ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് മുതിരയ്ക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം മുതിരമ്പുഴയാറ് എന്ന് ഓർത്തിരിക്കണം. പെരുത്തിഷ്ടമാണെന്നാണ്. അവിടെ രണ്ട് പേരുകൾ ഓർക്കുക: പെരുന്തുറയാറും പെരുംജാംകുട്ടിയാറും. പന്നിയേക്കാൾ എന്നാണ് പറഞ്ഞത്. അപ്പം പന്നിയാറ്, തൊട്ടിയാറ്, ചെറുതേൻ അത് ഉത്തരമായിട്ട് വരേണ്ടത് ചെറുതോണിപ്പുഴയാണ്. പിന്നെ ഒരു എക്സ്ട്രാ വരുന്ന ഇടമലയാറാണ്. ഈ ഒരു രീതി വേണമെങ്കിൽ ഓർത്തിരിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക ഈ പേരുകൾ: മുല്ലയാറ്, മുതിരമ്പുഴയാറ്, ഇടമലയാറ്, കട്ടപ്പനയാറ്, പെരിഞ്ചാംകുട്ടിയാറ്, പെരുന്തുറയാറ്, ചെറുതോണിപ്പുഴ, തൊട്ടിയാറ്, പന്നിയാറ്. ഈ പേരുകൾ എന്താണ് നമ്മുടെ പെരിയാർ നദിയുടെ പോഷക നദികളിൽ ഉൾപ്പെടുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് പെരിയാറിലെ വെള്ളപ്പൊക്കമാണ് അടുത്തായിട്ട് പഠിക്കുന്നത്. പെരിയാറിൽ വെള്ളപ്പൊക്കം ഉണ്ടായ വർഷങ്ങളാണ് AD 1341, 1789,
അതേപോലെ തന്നെ 1924. ഇതിൽ ഈ പറയുന്ന കൊടുങ്ങല്ലൂരിൽ മുസിരീസ് എന്ന് പറയുന്ന ഒരു തുറമുഖം ഉണ്ടായിരുന്നു. ആ തുറമുഖം നശിക്കാൻ കാരണമായത് 1341 വെള്ളപ്പൊക്കമാണ്. AD 1341 വെള്ളപ്പൊക്കം മൂലമാണ് കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്ന മുസിരീസ് എന്ന ആ ഒരു തുറമുഖം എന്ത് ചെയ്യുന്നത്, നശിക്കുന്നത്. ഇനി ടിപ്പു സുൽത്താൻ 1789 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ആക്രമിക്കാൻ വന്നപ്പോൾ ഈ പെരിയാറിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്നാണ് തിരിച്ചുപോയത്. ആക്രമിക്കാതെ തിരിച്ചു പോകുന്നത് 1789 വെള്ളപ്പൊക്കത്തെ തുടർന്നാണ്. അപ്പോൾ പെരിയാറിലുണ്ടായ മറ്റൊരു വെള്ളപ്പൊക്കമാണ് 1789. അതിന്റെ പ്രത്യേകത എന്താണ്? ടിപ്പു തിരുവിതാംകൂർ ആക്രമിക്കാതെ തിരിച്ചുപോയ ഒരു ഈ പറയുന്ന വെള്ളപ്പൊക്കം കാരണമാണ്. ഇനി 99 വെള്ളപ്പൊക്കം PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന 1924 വെള്ളപ്പൊക്കമാണ്. മലയാള മാസം പ്രകാരമാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ 1924 ആ വർഷത്തിലാണ് ആ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ 99 വെള്ളപ്പൊക്കം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1924. ഇനി AD 1341 വെള്ളപ്പൊക്കം മൂലമാണ് കൊടുങ്ങല്ലൂരിലെ മുസിരീസ് എന്ന തുറമുഖം നശിക്കാൻ കാരണമായത്. AD 1789 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് തിരുവിതാംകൂർ ആക്രമിക്കാൻ പോയ ടിപ്പു എന്ത് ചെയ്യുന്നത്, തിരിച്ചു പോകുന്നത്. പിന്തിരിഞ്ഞ് തിരിച്ചു പോകാൻ കാരണമുണ്ടായ വെള്ളപ്പൊക്കമാണ് AD 1789 വെള്ളപ്പൊക്കം. ഇനി പെരിയാറിന്റെ തീരത്താണ് പെരിയാർ വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ആലുവ അദ്വൈതാശ്രമം, ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്, പ്രസിദ്ധമായിട്ടുള്ള ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി, കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപമൊക്കെ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്ത്, തട്ടേക്കാട് പക്ഷി സങ്കേതം പെരിയാറിന്റെ തീരത്താണ്, ആലുവ അദ്വൈതാശ്രമം, ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത്, മലയാറ്റൂർ പള്ളി, അതോടൊപ്പം തന്നെ കാലടി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പെരിയാറിന്റെ തീരത്ത് വരുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം, തട്ടേക്കാട് പക്ഷി സങ്കേതം, ആലുവ അദ്വൈതാശ്രമം, ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നു, മലയാറ്റൂർ പള്ളി, കാലടി അത് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ്, ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഈ പറയുന്ന പെരിയാറിന്റെ തീരത്താണ്. ഇനി 2019 സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയ സർവേ പ്രകാരം ഏറ്റവും മലിനീകരണം കൂടിയ നദിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ പെരിയാറാണ്. നമുക്ക് അതിനു മുമ്പ് ചാലിയാർ എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ 2019 സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിയ സർവേ പ്രകാരം ഏറ്റവും മലിനീകരണം കൂടിയ നദി നമ്മുടെ കേരളത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പെരിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2019 ഡാറ്റയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും മലിനീകരണം കൂടിയ നദി ഈ ഒരു ഡാറ്റ പ്രകാരം ഏതാണ്? ഇനി പെരിയാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളെ നമ്മൾ പെരിയാറിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൈഡുകളൊക്കെ എടുത്ത് വായിച്ചാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നദികൾ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലെ ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളിൽ ഒന്നാമത്തെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, തുടർന്നുള്ള ക്ലാസ്സുകളും കാണുക. ഒപ്പം ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇപ്പോൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. പരീക്ഷയ്ക്ക് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇന്ന് ഇതാ നമ്മുടെ ജനുവരി മാസമൊക്കെ അവസാനിക്കാറായിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ പരീക്ഷയുടെ തീയതി വരും. പരീക്ഷയ്ക്ക് പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ. കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയവും വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ഇനിയുള്ള സമയം നല്ല പോലെ പഠിക്കുക. നമ്മുടെ സിലബസ് നിങ്ങളെ കൈവശമുണ്ട്. ആ സിലബസിലെ ഓരോ ടോപ്പിക്കും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതേ ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിച്ച് വരാം. കാരണം സിലബസ് ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2-3 വർഷം കൊണ്ട് നടന്ന ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും PSC വീണ്ടും ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. കാരണം ചോദിക്കേണ്ട മാക്സിമം ചോദ്യങ്ങളും ഈ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ചോദിക്കാനുള്ളത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും. അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിലപ്പോൾ PSC നമ്മളോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക. കാരണം 20 മാർക്കിനുള്ള ചോദ്യം അതിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇതിനിടയിലൂടെ നമ്മൾ വരും. ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഓരോ ക്ലാസ്സിന് താഴെ നൽകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.